മായമൊന്നും ചേർക്കാത്ത ശുദ്ധമായ സാമ്പാർ പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ 20 ഉണക്കമുളക് ഒരു ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇത് അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്ലെയിമിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാനിവിടെ മുളക് വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതീയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ കായമൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് നല്ല പഫി ആയിട്ട് വന്നിട്ടുണ്ടാവും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഇതും ഈ പാനിൽ നിന്ന് കോരി ഒന്ന് മാറ്റി വെക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1/4 ടേബിൾ സ്പൂൺ ജീരകം, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ ഉലുവ, ഇത്രയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചെറുതീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അടുപ്പിച്ച് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി അളവിൽ കറിവേപ്പില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നല്ലൊരു മണമൊക്കെ വരും. അതുപോലെ കറിവേപ്പിലൊക്കെ നല്ല ക്രിസ്പായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. ഇതിൻ്റെ മൂപ്പ് കൂടി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാത്തിൻ്റെയും ചൂടൊന്ന് ആറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും എരിവിനൊക്കെ അനുസരിച്ചിട്ട് മുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല ഫൈൻ പൗഡർ ആക്കി ഒന്ന് പൊടിച്ചെടുത്തൊന്ന് കൊണ്ടുവരാം. ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫ്രഷ് സാമ്പാർ പൊടി എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാം.